കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് അലുവ അതുലിന്റെ കൊലപാതകത്തിന് പിന്നിൽ വൻ ആസൂത്രണം. പ്രതികൾ 2 കാറുകളുമായി അതുലിന്റെ നീക്കം നിരീക്ഷിച്ചു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ അതുലിനെ പിന്തുടർന്നാണ് കൊലപാതകം. അതേസമയം സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. വിവരങ്ങളുമായി മനോജ് ഒപ്പുചേരുന്നു. മനോജ്, ഈ പ്രതികൾ പിടിയിലായി, ശരി തന്നെ. പക്ഷേ ഈ അതുലിനെ പിന്തുടർന്ന് കൊല്ലാനുള്ള ശ്രമം നടക്കുമെന്ന് അറിയാമായിരുന്നിട്ടും പോലീസ് അനങ്ങിയില്ല എന്നായിരുന്നല്ലോ ആക്ഷേപം. ഇതിപ്പോൾ ഗൂഢാലോചന കൃത്യമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ പ്ലാൻ ചെയ്ത് നിരീക്ഷിച്ച് നടപ്പിലാക്കിയ കുറ്റകൃത്യം അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും കൃത്യമായും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് കഴിഞ്ഞ ദിവസം അതുൽ ഒപ്പിടാൻ വേണ്ടി എത്തിയത്. അതായത് ജിം സന്തോഷ് വധക്കേസുമായി ബന്ധപ്പെട്ട് ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി ഒപ്പിടാൻ ഈ സ്റ്റേഷനിലെത്തി 11 മണിയോടുകൂടി ഈ സ്റ്റേഷനിൽ നിന്നും ഒപ്പിട്ട് ഈ റോഡിലേക്ക് ഇറങ്ങുന്ന അതുലിനെ മറ്റൊരു സംഘം, അതായത് ഈ സ്വിഫ്റ്റ് കാറിലും ഇന്നോവ കാറിലും പിന്തുടരുകയാണ്. സ്വിഫ്റ്റ് കാർ ഈ അതുൽ സഞ്ചരിച്ച കാറിന് മുൻപിൽ കൂടി പോവുകയും പിന്നിലൂടെ ഇന്നോവ കാർ പോവുകയും ചെയ്തു. പുതിയകാവിന് സമീപം എത്തിയപ്പോഴേക്കും ഈ സ്വിഫ്റ്റ് കാർ പതിയൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അതുലിൻ്റെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായി മുൻപിലത്തെ വാഹനം ശ്രമിച്ചു. അതേസമയം തന്നെ പുറകിലത്തെ ഇന്നോവ കാർ വന്ന് ഇടതുവശത്തൂടെ കയറുകയും ഇടിച്ച് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന കുഴിയിലേക്ക് ഇടുകയും ചെയ്തു. തുടർന്ന് അക്രമികൾ വടിവാളുമായി ഈ കാറിന് പുറത്തേക്കിറങ്ങി ഈ കാറിൻ്റെ ചില്ല് വെട്ടിപ്പൊളിച്ച് അതുലിനെയും കൂടെ ഉണ്ടായിരുന്ന മനുവിനെയും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് അതുലിനെ താഴേക്ക് വലിച്ചിറക്കിയിട്ടാണ് കൊലപ്പെടുത്തുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. കരുനാഗപ്പള്ളിയിലെ ഈ ദേശീയപാതയിലൂടെ തന്നെ നിരവധിയായി വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു. ആളുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പട്ടാപ്പകൽ ഒരു മുഖംമൂടി പോലും ധരിക്കാതെ, മാസ്ക് പോലും ഇടാതെ ഈ കൊലപാതകം നടത്തി പ്രതികൾ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഈ സമയത്തൊന്നും പോലീസിന് അവിടെ എത്താൻ പറ്റിയില്ല. പോലീസിന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അതിൽ ആക്രമിക്കപ്പെടുമെന്ന്. പക്ഷേ പോലീസിന് അവിടേക്ക് എത്താൻ സാധിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മുഴുവനായും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നടത്തി. കഴിഞ്ഞ ദിവസം ആദ്യം പിടിയിലായത് 2 പേരാണ്. 2 പേർ പിടിയിലാകുന്നതിന് ശേഷം വീണ്ടും 2 പേർ കൂടെ പിടിയിലാകുന്നു. അങ്ങനെ 4 പേർ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി തന്നെ പിടിയിലാകുന്നു. അതിനുശേഷം രാത്രിയോടുകൂടിയാണ് കോട്ടയം മുണ്ടക്കയത്ത് വെച്ച് ബാക്കി 4 പേർ കൂടെ പിടിയിലാകുന്നത്. അങ്ങനെ കേസിൽ ഇതുവരെ 8 പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. അത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും കൂട്ടുപ്രതികളുമായവരാണ്. അതിൽ അവരുടെ പേരുകൾ, ഒന്ന് ബ്ലാക്ക് വിഷ്ണു, അതായത് കടത്തൂർ ഗ്യാങ് ആണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നു. അതിൽ ബ്ലാക്ക് വിഷ്ണു, അനീർ, തോമ എന്ന ആഷിഖ്, ഹുസൈൻ, മണ്ണെണ്ണ നൗഫൽ, ഫൈസൽ, ഷിനു പീറ്റർ, ഷംനാഥ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ച് വരികയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തും. എന്തായാലും നാടിനെ ഞെട്ടിച്ച ഈ ഒരു കൊലപാതക കേസ് അത് ജിം സന്തോഷ് വധത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ജിം സന്തോഷിൻ്റെ വധം കഴിഞ്ഞ മാർച്ചിനായിരുന്നു. ആ മാർച്ചിൽ ഈ പ്രതികളൊക്കെ, അതായത് അലുവ അതിലെന്ന വിളിപ്പേരുള്ള ഈ ഗുണ്ടാ നേതാവ് ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ ജിം സന്തോഷിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ആക്രമണ പരമ്പരകൾ തുടർന്നു എന്നുള്ളതാണ്. അലുവ അതുലിന്റെ കൊലപാതകത്തിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട്. പ്രതികളെല്ലാം പിടിയിലായി. പക്ഷേ പോലീസ് ഈ ആസൂത്രണത്തിന് പിന്നിലേക്ക് കടന്നു പോകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.